Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഭിന്നശേഷിക്കാരുടെയും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിൽ സംസ്ഥാനം ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിന് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ എടാട്ട് ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ കാർ ഇടിച്ച് അപകടം. പരിക്കേറ്റ കാർ യാത്രികനെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാടായി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ജീവനക്കാരി രാജിവെച്ച സംഭവത്തിൽ ഉത്തരവാദിയെ ബാങ്ക് ഭരണസമിതി സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും സംയുക്തമായി ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ബാങ്കിനെതിരായ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഭരണസമിതി. ബാങ്ക് ഇടപാട് സമയത്ത് പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിന് ഇവർക്കെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിക്കണമെന്നും ഭരണസമിതി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി പ്രകാശനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഭിന്നശേഷിക്കാരുടെയും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിൽ സംസ്ഥാനം ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിന് 1 കോടി രൂപ ചെലവിൽ വിദ്യാഭ്യാസ വകുപ്പ് നിർമ്മിച്ച ഇരുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പാഠ്യേതര മേഖലയിൽ അക്കാദമിക് നിലവാരം മാത്രമല്ല, വിദ്യാർത്ഥികളുടെ സമഗ്രമായ സർഗശേഷിയും ഉയർത്തുന്നതിനുൾപ്പെടെ പ്രാധാന്യം നൽകുന്നതാണ് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയെന്നും പഠനം കൂടുതൽ ആകർഷകവും ഫലപ്രദവുമാക്കുന്നതിന് കേരളം സാങ്കേതിക വിദ്യയും ഗുരുകുല അധ്യാപക രീതിയും സ്വീകരിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഈ സഹകരണം വിദ്യാഭ്യാസ സമുദായത്തെ ശക്തിപ്പെടുത്തുകയും പ്രാദേശിക ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. കേരളം പരിസ്ഥിതി വിദ്യാഭ്യാസത്തെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. ഇത് വിദ്യാർത്ഥികളുടെ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം വളർത്തുന്നു. ശുചിത്വ വിദ്യാലയം, മർദ്ദ വിദ്യാലയം പോലുള്ള പരിപാടികൾ, മാലിന്യ സംസ്കരണം, ജൈവകൃഷി, മഴവെള്ള സംഭരണം തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ രീതികൾ സ്വീകരിക്കാൻ സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ചടങ്ങിൽ M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ഷംസുദ്ദീൻ IT, C ചന്ദ്രമതി, E ശശിധരൻ, TV മധുസൂദനൻ, K അരവിന്ദ, രമേശൻ പുന്നതിരിയൻ, P രാജശ്രീ, M രജീഷ് ബാബു, TP ഉഷ, VV അബ്ദുള്ള, MB ബിജേഷ്, TV ഷിബിൻ, E ബാലകൃഷ്ണൻ, CH അബ്ദുൾ റഹീം, T രാജൻ, EK ബൈജ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭയിലെ വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിനായി നിർമ്മിച്ച പുതിയ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്.
പയ്യന്നൂർ നഗരസഭയിലെ വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിനായി നിർമ്മിച്ച പുതിയ ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. സ്കൂളിന് വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്നതിന് ശേഷം 5000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുകൾ ഒന്നാണ് കേരളം. ഈ നേട്ടം ആകസ്മികമല്ല, മറിച്ച് ഗവൺമെന്റിന്റെയും വിദ്യാഭ്യാസ വിദഗ്ധരുടെയും സമൂഹത്തിന്റെയും പതിറ്റാണ്ടുകളായി നടത്തിയ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസം വെറുമൊരു പദവിയല്ല. ലിംഗഭേദം, ജാതി, സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും പ്രാപ്യമായ വിദ്യാഭ്യാസം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ ഉൾക്കൊള്ളൽ ദശലക്ഷക്കണക്കിന് ആളുകളെ ശാക്തീകരിക്കുകയും സാമൂഹികവും സാമ്പത്തികമായ പുരോഗതിക്ക് അടിത്തറയിടുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായം ഗുണനിലവാരത്തിനും തുല്യതയ്ക്കും പേരുകേട്ടതാണ്. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2022-23 വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നും 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ക്ലാസ് മുറികൾ നിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇ സതീശൻ, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, മുൻ MLA C കൃഷ്ണൻ, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ, C ജയ, T ദാക്ഷായണി, E ഭാസ്കരൻ, E കരുണാകരൻ, പയ്യന്നൂർ AEO TV ജ്യോതി ബസു തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. എടാട്ട് ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ കാറിടിച്ച് അപകടം. പരിക്കേറ്റ കാർ യാത്രികനെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 11:30ഓടെയാണ് അപകടം നടന്നത്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വളം ലോഡുമായി പോവുകയായിരുന്ന TN 47 BC 3811 നമ്പർ ലോറി ദേശീയപാതയിൽ നിർത്തിയിടുകയും ഇതിൽ മംഗലാപുരത്തു നിന്നും മാഹിയിലേക്ക് പോവുകയായിരുന്ന PY 03A 8705 നമ്പർ എർട്ടിക കാർ ഇടിക്കുകയുമായിരുന്നു. കാറിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രികരിൽ ഒരാളെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റ് 4 ആളുകൾക്ക് നിസ്സാര പരിക്കുകളേറ്റു. പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാടായി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ജീവനക്കാരി രാജിവെച്ച സംഭവത്തിൽ ഉത്തരവാദിയെ ബാങ്ക് ഭരണസമിതി സംരക്ഷിക്കുന്നു എന്നാരോപിച്ച് ഡിവൈഎഫ്ഐയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും സംയുക്തമായി ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. AIDWA ജില്ലാ സെക്രട്ടറി PK ശ്യാമള ഉദ്ഘാടനം ചെയ്തു. മാടായി സർവീസ് സഹകരണ ബാങ്കിൽ അതിക്രമത്തിനിരയായ ജീവനക്കാരി രാജിവെച്ച സംഭവത്തിൽ പ്രതിയെ ബാങ്ക് ഭരണസമിതി സംരക്ഷിക്കുന്നു എന്നാരോപിച്ച് ഡിവൈഎഫ്ഐയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും സംയുക്തമായി ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. AIDWA ജില്ലാ സെക്രട്ടറി PK ശ്യാമള ഉദ്ഘാടനം ചെയ്തു. മാനേജറാണ്. 2-3 വർഷക്കാലമായിട്ട് മാത്രം ജോലിപ്പോയ ജോലിയാണ്. യുവതിയോട് പറയുകയാണ്, ഒന്ന് ബാങ്കിലേക്ക് വരണം, താക്കോല് വേണം. അപ്പൊ താക്കോല് കൊടുത്തയച്ചപ്പോലെ ചോദിച്ചു. അന്നേരം പറയാ എനിക്ക് ചില സംശയമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രയോ വർഷമായി ജോലി ചെയ്യുന്ന മാനേജർക്ക് കേവലം 3 വർഷക്കാലമായി ജോലി പോയ യുവതിയോട് എന്ത് സംശയം തീർക്കേണ്ടത്? അപ്പൊ തന്നെ സ്ത്രീക്ക് മനസ്സിലായിട്ടുണ്ട്, അവരുടെ ഭർത്താവിന് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഞാൻ വരുന്നില്ല, താക്കോല് കൊടുത്തുവിടാന്ന് പറഞ്ഞു. R അജിത അധ്യക്ഷത വഹിച്ചു. CP ഷിജു, MV ശകുന്തള, A സുധാജ്, PV ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മാടായി സർവീസ് സഹകരണ ബാങ്കിന് എതിരായ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഭരണസമിതി. ബാങ്ക് ഇടപാട് സമയത്ത് പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിന് ഇവർക്കെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിക്കണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സഹകരണ സ്ഥാപനമാണ് മാടായി സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിലേക്ക് ഡിവൈഎഫ്ഐയുടെയും മഹിളാ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു.
ജീവനക്കാരനെതിരായി പരാതി ലഭിച്ചപ്പോൾ തന്നെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. പരാതി ലഭിച്ച ഉടൻ തന്നെ ലൈംഗികാതിക്രമം തടയുന്നതിനുള്ള ബാങ്കിന്റെ ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി കൈമാറുകയും കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി പ്രകാരമുള്ള ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന് കണ്ടെത്തുകയും പ്രസ്തുത റിപ്പോർട്ട് ഭരണസമിതി ചർച്ച ചെയ്ത് കൂടുതൽ അന്വേഷണത്തിനായി പ്രമുഖ അഭിഭാഷകർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ അടിസ്ഥാനത്തിലാണ് ബാങ്ക് സസ്പെൻഷൻ നടപടി പിൻവലിച്ചത്. ഈ ബാങ്കിന് മുന്നിൽ ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷൻ നടത്തിയ ഈ സമരം, പ്രതിഷേധ മാർച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടപാടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് വന്നത്. അവർ ഉന്നയിക്കുന്ന ഈ ഉന്നയിക്കുന്ന വിഷയത്തിൽ ഈ പരാതിക്കാരി നമുക്ക് ഒരു പരാതി തന്നപ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്തു, അത് ബാങ്കിലുള്ള ഇൻറ്റേർണൽ കമ്മിറ്റിയെ, ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള ഇൻറ്റേർണൽ കമ്മിറ്റിക്ക് പരാതി കൈമാറുകയും അവർ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ഭരണസമിതിക്ക് സമർപ്പിക്കുകയും ചെയ്തു. അത് കൂടുതൽ ഫൈൻഡിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ജസ്റ്റിസ് അവർക്ക് നൽകണം എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഗാർഹിക അന്വേഷണത്തിന് വേണ്ടി ഒരു അഡ്വക്കേറ്റിനെ നിയമിച്ചു. അങ്ങനെ ഡൊമസ്റ്റിക് എൻക്വയറിക്ക് ശേഷം വന്ന റിപ്പോർട്ടിലും മറ്റ് കഴമ്പുകൾ ഇല്ല. പ്രധാനമായ കഴമ്പ് ഒരു ശിക്ഷ നടപ്പിലാക്കുക, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു ആക്ഷൻ എടുക്കേണ്ട രീതിയിലുള്ളൊരു ഫൈൻഡിങ്സ് ഒന്നും അതിലില്ല. പരാതിയിൽ പഴയങ്ങാടി പോലീസ് എടുത്ത കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ബാങ്ക് ഇപ്പോൾ നടപടി സ്വീകരിക്കേണ്ടതില്ല. കോടതി വിധിക്കനുസരിച്ച് ബാങ്ക് നടപടി സ്വീകരിക്കുന്നതാണ്. കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ ബാങ്കിലേക്ക് മാർച്ച് നടത്തിയത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും പൊതുസമൂഹം ഇത് തിരിച്ചറിയണമെന്നും ബാങ്ക് ഇടപാട് സമയത്ത് പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിന് ഇവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു. ആ കുട്ടി സ്വയം എടുത്തൊരു തീരുമാനമാണ് രാജിവെച്ച് പോകണം എന്നുള്ളത്. സ്വാഭാവികമായി രാജിവെച്ച് പോകുമ്പോൾ നമുക്കും, കാരണം ഈ PSC പോസ്റ്റിംഗ് വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ബാങ്കുകളിലൊക്കെ കാണുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലിക്ക് സാധ്യതയുണ്ടാവും, മറ്റേതെങ്കിലും തരത്തിൽ ലിസ്റ്റിൽ അവരുണ്ടാകും. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ പലപ്പോഴായിട്ട് പല ബാങ്കുകളിൽ നിന്നും രാജിവെച്ച് പോകുന്നത്. ആ തരത്തിലുള്ളൊരു രാജിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അതുമാത്രമല്ല, അങ്ങനെ ഒരു നിർബന്ധിച്ചിട്ട് രാജി വാങ്ങി എന്നൊക്കെ ഇന്ന് ആരോപണം പറയുന്നവർ സത്യത്തിൽ ആ കുട്ടിയോട് തന്നെ ചോദിക്കണം. കാരണം ആ കുട്ടി അതിന് ശേഷവും ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ ആവശ്യപ്പെട്ട് അതൊക്കെ കൃത്യമായിട്ട് അവരെ ഏതോ ഒരു ഇൻ്റർവ്യൂവിന് ഹാജരാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കൃത്യമായി ആ കുട്ടിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ്. എല്ലാ നടപടിക്രമങ്ങളും ഇതുവരെയുള്ളത് പാലിക്കപ്പെട്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴീ സമരവുമായി മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ തമാശ തോന്നുന്നുണ്ട്. കാരണം ബാങ്ക് പ്രസിഡന്റ് VB കൃഷ്ണകുമാർ, സെക്രട്ടറി K അജിത് കുമാർ, KV ഗോപിനാഥൻ, മോഹനൻ കക്കോപ്രവൻ, K ശ്രീജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗം പയ്യന്നൂർ കൊറ്റി PWD കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. യോഗത്തിൽ TI മധുസൂദൻ MLA അധ്യക്ഷത വഹിച്ചു. വീടുകളിൽ ഉപ്പുവെള്ളം കയറുകയും ഒപ്പം കൃഷിനാശം സംഭവിക്കുകയും ചെയ്യുന്ന കൗവായി പ്രദേശത്തെ ഗാന്ധിനഗർ, കോട്ടക്കുന്ന് കോളനികളിൽ പരാതിയെ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് പരിശോധന നടത്തുകയും ഉപ്പുവെള്ളം കയറുന്ന നഗരസഭാ പരിധിയിൽ ഷട്ടർ നിർമ്മിച്ചാൽ പ്രശ്നം പരിഹരിക്കാനാകുമെന്നും മേജർ ഇറിഗേഷൻ വകുപ്പ് പ്രതിനിധി യോഗത്തിൽ അറിയിച്ചു. പുഞ്ചക്കാട്, മുല്ലക്കോട്, ഉളിയത്തുകടവ് ഭാഗങ്ങളിൽ ലഹരി വസ്തുക്കളുടെ വ്യാപകമായ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നതായി ലഭിച്ച പരാതിയിൽ ഉളിയത്തുകടവ് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ കേസെടുത്തതായും രാത്രികാല പെട്രോളിംഗ് തുടരുന്നതായും എക്സൈസ് വകുപ്പ് പ്രതിനിധി യോഗത്തിൽ അറിയിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ ചില റോഡുകൾ അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ പോലും നടത്താതെ യാത്രയ്ക്ക് യോഗ്യമല്ലാത്ത വിധം മോശമായിട്ടുണ്ടെന്നും വാഹനങ്ങൾ ഓടിക്കുന്നതിന് പ്രയാസം അനുഭവിക്കുന്നതായും നന്നാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കോൺഗ്രസ് പ്രതിനിധി K ജയരാജ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിച്ച് നന്നാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും MLA യോഗത്തിൽ അറിയിച്ചു. KK സുരേഷ് കുമാർ വരുന്ന ചെറുപുഴ പഞ്ചായത്തിൽ ഏതാണ്ട് 1.5-2 കോടി രൂപ ചെലവഴിച്ച് ഏറെക്കുറെ എല്ലാ റോഡിലും സ്ട്രീറ്റ് ലൈറ്റ് വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വൈദ്യുതി മന്ത്രിയോട് ചോദിച്ചു, 1.5 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് നിങ്ങളതൊന്ന് ഒന്ന് ഉദ്ഘാടനം ചെയ്യണം. അദ്ദേഹം പറഞ്ഞു അത് ഉദ്ഘാടനം ചെയ്യാൻ. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചെറുപുഴ പഞ്ചായത്തിലാണ് നടന്നത്. സ്ട്രീറ്റ് ലൈറ്റ് വലിച്ചു. അതിൻ്റെ ഗുണമുണ്ട്, പഞ്ചായത്തിന് വലിയ ബാധ്യതയില്ല. ഇതെന്തെന്നാ പിന്നെ ഇത് ആരായാലും അതിപ്പോൾ MP കുറ്റായിട്ടൊന്നും ഞങ്ങൾ പറയില്ല ചെയ്യുന്നത്. പഞ്ചായത്തിന് ഒരു അധിക ബാധ്യതയാണ് ഈ ഹൈമാസ്റ്റ്. അതുകൊണ്ട് അത്യാവശ്യമായിട്ടെടുക്കൽ വെക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല, വെളിച്ചം വേണ്ടാന്നില്ലെന്നല്ല. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് വരുമ്പോഴാണ് പ്രശ്നം. അത് മാത്രം പോരാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നതിൻ്റെ അടിസ്ഥാനം. യോഗത്തിൽ പയ്യന്നൂർ തഹസിൽദാർ മനോഹരൻ T, കാസർഗോഡ് MP പ്രതിനിധി സുരേഷ് കുമാർ KK,
വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർച്ച ചെയ്തു. നരീക്കാംവള്ളി അറത്തിപ്പറമ്പിലെ KV സാവിത്രിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. നരീക്കാംവള്ളി അറത്തിപ്പറമ്പിലെ KV സാവിത്രിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. മുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ച 18,000 രൂപയും 1 പവന്റെ മാലയും, അരപ്പവൻ വരുന്ന 2 മോതിരവും, അരപ്പവന്റെ ഒരു കമ്മലുമാണ് കവർച്ച ചെയ്തത്. കഴിഞ്ഞ ദിവസം തെയ്യം കാണാൻ പോയി വൈകിട്ട് 5 മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് സാവിത്രി പറഞ്ഞു. ഇന്നലെ 12 മണിക്കാണ് അമ്മ ഇരുന്ന് പോയ സമയത്ത് അങ്ങ് ഏകദേശം അതിലോട്ടെത്താനായിട്ട് ഒരു വണ്ടി കിട്ടി അതിൽ പോവുകയും ചെയ്തു. തിരിച്ച് വരുന്നത് 5 മണിക്കാണ്. തിരിച്ച് വന്നിട്ട് ബാഗ് തുറക്കുമ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നി. ഞാൻ വിചാരിച്ചു മോനാന്ന് ബാഗ് തുറന്നെന്നാണ് വിചാരിച്ചത്. അപ്പോൾ മോനല്ല. തുറന്നിട്ട് വന്നിട്ട് ഞാൻ വളയിൽ ഊരി വെക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഷെൽഫ് തുറന്നിട്ടുണ്ട്. ആ ഷെൽഫ് തുറന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൽ പൈസയും ഇല്ല, മോതിരവും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് പുറത്തേക്കൂടെ അപ്പോഴൊക്കെ പുറത്തേ പോകുമ്പോൾ ബേക്കിൽ ഭാഗത്തുനിന്ന് ഓടാൻ വേണ്ടിയിട്ടിട്ടുണ്ട്. ബേക്കിൽ ഭാഗത്തെ ഗിൽസിൻ്റെത് അത് ചാരിയതേക്കും. അതിങ്ങനെ ചാരിയത് ലോക്ക് ഇട്ടിരുന്നില്ല, പൂട്ടിയിരുന്നില്ല. പുറത്തേക്കൂടെ കിഴിച്ചാന്ന് പോയിന്. ഉള്ളിൽ നിന്ന് അവർ തുറന്നിട്ട് പൂട്ടിയിട്ട് പുറത്തേക്ക് കൂടിയാണ് ബേക്കിലേക്ക് കൂടിയാണ് പോയിന്. മോഷണം പോയത് ഒരു 13,000 റുപ്യ ഒരു പേഴ്സിൽ നിന്ന്, പിന്നെ 5,000 റുപ്യയും, ഒരു മോതിരം പോയി. മോൻ്റെ റൂമിൽ നിന്ന് 1 പവനും പോയി, അരപ്പവൻ്റെ കാതിലേത്, അരപ്പവൻ്റെ മോതിരം അതും പോയി. തുടർന്ന് പരിയാരം പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പിലാത്തറ കക്കോണിയിലും മോഷണം. വീട് കുത്തിത്തുറന്ന് 7 പവൻ സ്വർണവും പണവും കവർന്നു. കക്കോണിയിലെ സാവിത്രിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. പിലാത്തറ കക്കോണിയിലെ സാവിത്രിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട്ടിനുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 4 പവന്റെയും 2 പവന്റെയും മാലയും 1 പവന്റെ വളയും 2,300 രൂപയുമാണ് കവർച്ച ചെയ്തത്. കഴിഞ്ഞ ദിവസം വീടിന് സമീപത്ത് തെയ്യം കാണാൻ പോയ സമയത്താണ് വീട്ടിൽ മോഷണം നടന്നതെന്ന് സാവിത്രി പറഞ്ഞു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പരിയാരം പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഉച്ചക്ക് 2 മണിക്ക് വരുമ്പോൾ ബാഗ് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അടുക്കള ഭാഗത്ത് പോയിട്ട് നോക്കുമ്പോൾ ബാഗ് തുറന്നിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഷെൽഫ് തുറന്ന് നോക്കി, കുറച്ച് പൈസ ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ അതില്ല. അവിടെ ഞാൻ മോളെ വിളിച്ചു. വിളിച്ച സമയം തോളി വരുമ്പോൾ നോക്കി ഇപ്പോഴത്തെ ഷെൽഫ് നോക്കിയിട്ട് തുറന്ന് നോക്കുമ്പോൾ സംഭവം കണ്ടു. സ്വർണം വേണം. മോഷണം ഒരു വലിയ മാല, വേറെ 2 പവൻ്റെ മാല, ഒരു വാളയും. പോലീസ് എല്ലാം മോടി എടുത്തിട്ട് അവർ പോയി വരും. അച്ഛനും മോനും സ്റ്റേഷനിലേക്ക് പോയി. അത് ഇപ്പം രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി പ്രകാശനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ സ്ത്രീ പദവി പഠന റിപ്പോർട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി പ്രകാശനം ചെയ്തു. കണ്ണൂർ ജില്ലയിലെ സ്ത്രീ മുന്നേറ്റത്തിന് ഒരു സമഗ്രമായ സമീപന രേഖ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്ത്രീ പദവി പഠനം. അപ്പോൾ പ്രകാശനം ചെയ്ത പഞ്ചായത്തുകളുടെ ഒരു അവസ്ഥയെടുത്ത് പരിശോധിച്ചാൽ ഇനിയും ഒരുപാട് മുന്നേറേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സ്ത്രീകൾ. അത് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, കുടുംബത്തിനകത്ത്, സമൂഹത്തിനകത്ത്, ഇങ്ങനെ വ്യത്യസ്ത മേഖലയിലെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ചില രേഖകളിലെല്ലാം നമ്മെ ഞെട്ടിപ്പിക്കുന്ന ചില അനുഭവങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലും പരിശീലനം നേടിയ എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ 9,000-ലധികം സ്ത്രീകളെ നേരിൽ കണ്ട് സർവേ നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പ്രകാശന ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K മോഹനൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ EP ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CI വത്സല ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുധാകരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. അപകടപാതയായി ഏഴോമൂല പൊടിത്തടം റോഡ്. ചെങ്കുത്തായ ഇറക്കത്തിൽ റോഡ് തകർന്നത് അപകടം വർദ്ധിക്കാൻ കാരണമാകുന്നു.
എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. പഴയങ്ങാടി ഏഴോ മൂലയിൽ നിന്നും പൊടിത്തടം നെരുവമ്പ്രം ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന റോഡ് കൂടിയാണിത്. ചെങ്കുത്തായി ഇറക്കത്തിൽ റോഡിൽ പലയിടങ്ങളിലായി വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ടാറിംഗ് ഇളകി താറുമാറായ അവസ്ഥ. വർഷങ്ങൾക്ക് മുൻപാണ് റോഡ് ടാറിംഗ് നടത്തിയത്. റോഡരികിൽ ഓവുചാൽ ഇല്ലാത്തതിനാൽ തന്നെ മഴക്കാലത്ത് വെള്ളം കുത്തിയൊഴുകുന്നതും റോഡിലൂടെയാണ്. ഇതും റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമാണ്. ഒപ്പം റോഡരികിൽ സുരക്ഷാവേലി ഇല്ലാത്തതും വലിയ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. വാഹനങ്ങൾ റോഡരികിലെ താഴ്ചയിലേക്ക് വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്നും റോഡരികിൽ സുരക്ഷാഭിത്തിയും ഓവുചാലും നിർമ്മിക്കണമെന്നും ജനങ്ങൾ ഏറെ നാളായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതുവരെ അതിന് നടപടി ഉണ്ടായിട്ടില്ല. ഇരുചക്ര വാഹന യാത്രക്കാർ പലപ്പോഴും ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. രാത്രികാലങ്ങളിൽ അപകടം ഉണ്ടാകാറുണ്ടെന്ന് പ്രദേശവാസികളും പറയുന്നു. ടൂ വീലറാണ് പോകുന്നത്. പണിയെല്ലാം കഴിഞ്ഞിട്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അപ്പം വളരെ വിഷമമാണ്. ഇറക്കാന്ന് സെൽപ്പാക്കിന്ന് എത്രയോ ആൾക്കാർ വീണ് ഇവിടുന്ന്. ഈ മഴവെള്ളം പോകാനുള്ളൊരു വഴിയില്ല. അതെല്ലാം തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിധിയോട് പൊരുതി പിലാത്തറയിലെ KP സജിനയും മകൾ റിസ്വാനയും മകളുടെ ചികിത്സാ ചെലവിനായി വാങ്ങിക്കൂട്ടിയ ബാങ്ക് ലോണുകൾ തിരിച്ചടയ്ക്കാനാവാതെയും തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെയും വിഷമിക്കുകയാണ് ഈ കുടുംബം. സുമനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ് ഈ ഉമ്മയും മകളും. നമ്മളിപ്പോൾ ഉള്ളത് പിലാത്രയിലാണ്. പിലാത്രയിൽ സജിനയും മകൾ റിസ്വാനയുമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഒരുപക്ഷെ ജീവിതത്തോട് പൊരുതുകയാണ് റിസ്വാനയും അതുപോലെ തന്നെ അവരുടെ ഉമ്മ സജിനയും. അവരുടെ ജീവിത വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മകളുടെ ചികിത്സാ ചെലവുകൾക്ക് വേണ്ടി ഭാരിച്ചൊരു തുകയാണ് ഈ ഉമ്മ ഇതിനകം ചെലവഴിച്ചിരിക്കുന്നത്. പൂർണ്ണമായും കടം വാങ്ങിയും സുഹൃത്തുക്കളുടെ സഹായങ്ങളുടെ ഒക്കെ ഫലമായിട്ടാണ് ഈ നിലയിലെങ്കിലും റിസ്വാനയ്ക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാലിന് ഏകദേശം 15ഓളം സർജറികൾ ഈ കുട്ടിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. കൂടാതെ ഇവരെ സാമ്പത്തികമായി സഹായിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് ആദ്യം തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇവരുടെ മറ്റു കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സജിന, നമസ്കാരം. എവിടെയാണ് ഇപ്പം നിങ്ങളുടെ താമസം? എവിടെയാണ്? വിളയാങ്കോട്. ഈ വാടക ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. എത്ര കാലമായി നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്? 6 വർഷമായിട്ട് വാടക താമസിക്കാൻ. മകളുടെ പേരെന്താ? റിസ്വാൻ അല്ലേ? റിസ്വാൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി 3rd ഇയർ പഠിക്കുന്നു. ഡിഗ്രി 3rd ഇയർ ആണ് പഠിക്കുന്നത്. സെന്റ് ജോസഫ് കോളേജ്. നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലേ? ഇംഗ്ലീഷ്. മകൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലേ? മകളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു മകളുടെ അസുഖം? എങ്ങനെയായിരുന്നു? 1 വയസ്സിൽ നടക്കാത്തത് കൊണ്ടാണ് ചികിത്സിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ തുടർന്ന് വന്ന് 4ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് സർജറിക്ക് പറഞ്ഞു. 6 സർജറി 4ാം ക്ലാസ്സിൽ ചെയ്തു. പിന്നെ ചെയ്തത് 18 വയസ്സിൽ ചെയ്യാനാണ് പറഞ്ഞത്. അത് എല്ല് മുറിച്ച് കളയേണ്ടതാണ്. എല്ല് മുറിച്ച് കളയുന്നത് 21 വയസ്സിലാണ്. അത് ഒരുപാട് വേദനകൾ സഹിച്ചുള്ളൂ. പല ടൈം കടം വാങ്ങി ബാങ്ക് ലോൺ എടുത്തു, എല്ലാം ചെയ്തു. അപ്പം ബാങ്ക് ലോൺ അടക്കാനൊന്നും വഴിയില്ലാത്തത്. നമ്മളെ ചികിത്സ കൊണ്ടുപോകണം, പഠനം മുന്നോട്ട് കൊണ്ടുപോകണം, എല്ലാം കൊണ്ടുപോകണം. ബാങ്കുകാർ അവർക്ക് ജാമ്യക്കാർ ജപ്തി നോട്ടീസ് അയക്കും. അവരുടെ വന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഞാൻ തൂങ്ങിയിരിക്കും എല്ലാം പറഞ്ഞിട്ട് ജാമ്യക്കാർ എന്ന് പറയുന്നു. അതെല്ലാം കൊണ്ട് ഭയങ്കര വിഷമം. അവർക്കൊരു വീട് പോകുമ്പോൾ എന്തായാലും വിഷമം തന്നെയല്ലേ. നമ്മളെ കൊണ്ട് ആരും വീട് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. നമുക്കൊരു ഉപകാരമല്ല അവർ ചെയ്തെന്നത്. അതുകൊണ്ട് ഒരു പേടി. 28ൻ്റെ ഉള്ളിലായിട്ട് അടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടച്ചില്ലെങ്കിൽ പലിശ കുറച്ച് തരുന്നു, ഇല്ലെങ്കിൽ 3.25 ലക്ഷം റുപ്യാണ് ഓരോ ബാങ്കിലേക്ക് വരുന്നത്. മകളുടെ ചികിത്സ കൊണ്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ അവളെപ്പോഴും കോളേജിൽ നിന്ന് വിളിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല. അന്നേരം എനിക്ക് ഓടി വരണം. എവിടെയെങ്കിലും പുറത്ത് വേറെ എവിടെയെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അവിടെ നിന്ന് എപ്പം നമ്മളെ വിടൂല്ലല്ലോ. ഒരാളെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എപ്പം നമ്മളെ വിടണമെന്നില്ലല്ലോ.
ബാങ്കുകളിലും എല്ലാം കൂടി ആയിട്ട് എന്തായാലും ഒരു 10-15 ലക്ഷത്തോളം രൂപ കടമുണ്ട്. 15 ലക്ഷത്തോളം രൂപ കടമുണ്ട്. അതുപോലെ തന്നെ വീടില്ലാന്നുള്ളൊരു അവസ്ഥയുണ്ട്. വീടില്ലാന്നുള്ളൊരവസ്ഥയുണ്ട്. ഇതിന് വാടക കൊടുക്കണം. മോളെ പഠനം കൊണ്ടുപോകണം, ചികിത്സ ചെലവ് കൊണ്ടുപോകണം, എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. അവളൊരു ലക്ഷ്യത്തിലേക്ക് എത്തണം. എന്നാലും ഞങ്ങൾക്ക് കണ്ണടച്ചാലും വാങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഇവളെ കാര്യം ചിന്തിച്ചിട്ട് എനിക്കെന്താ പറയാ, സഹായിക്കണം എല്ലാവരും. ഞാനിപ്പോ ബാങ്കിൽ നിന്ന് വരുമ്പോ ഞാനിപ്പോ ബെഡ് റെസ്റ്റിലാണ്. ആക്ച്വലി ഒരു സർജറി കഴിഞ്ഞുകൊണ്ട്. അപ്പൊ അവര് മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോ ഒക്കെ ഓൾറെഡി ഞാൻ വീക്കാണ്, ബോഡി വീക്കാണ് സർജറി കഴിഞ്ഞുകൊണ്ട്. അപ്പോൾ അവരിങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മെന്റലി ഞാൻ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നല്ലൊരു ജോലി കിട്ടില്ല. എന്തായാലും കിട്ടണം. അതുവരെ നമുക്ക് മറ്റുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമില്ല. നമുക്കറിയാം, ഒരുപാട് ദുരിതക്കയത്തിലൂടെയാണ് സജിനയും അതുപോലെ തന്നെ അവരുടെ കുടുംബവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കിലെ ബാധ്യതകൾ ഒരുപക്ഷെ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കടം നൽകിയത്. ബാങ്കുകാർ എന്തായാലും കടം നൽകാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടുണ്ട്. പക്ഷേ നിയമ നടപടി അവർക്ക് സ്വീകരിക്കാതിരിക്കാനും പറ്റാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസം അടുക്കുമ്പോൾ ബാങ്കുകാർ നിരന്തരം സജിനയുടെ വീടുകളിലേക്ക് വരികയാണ്. ഏറെ ദുരിതത്തിലാണ് ഈ കുടുംബം. ഒരുപക്ഷെ ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നിങ്ങളാലാകുന്ന സഹായം ഈ കുടുംബത്തിന് നൽകണമെന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്. പിലിക്കോട് സി കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സി കൃഷ്ണൻ നായർ അനുസ്മരണവും എൻഡോമെന്റ് വിതരണവും നടന്നു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് സി കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സി കൃഷ്ണൻ നായർ അനുസ്മരണവും എൻഡോമെന്റ് വിതരണവും M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. എൻഡോമെന്റ് വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു നിർവഹിച്ചു. വിദ്യാലയ വികസന സമിതി ചെയർമാൻ MV ചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കായിക ഇനങ്ങളിൽ ദേശീയതലത്തിൽ മത്സരിച്ച അഹാന വെങ്ങാട്ട്, പഞ്ചാക്ഷരി, നന്ദുകൃഷ്ണൻ എന്നിവർക്കുള്ള ഉപഹാരം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു വിതരണം ചെയ്തു. പൂരക്കളി, പരിചമുട്ട് മത്സരങ്ങളിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത മികച്ച വിജയം നേടിയ കുട്ടികളെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജ്യ പുരസ്കാർ കരസ്ഥമാക്കിയ കുട്ടികളെയും ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്തവരെയും ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർ V പ്രദീപൻ, PTA പ്രസിഡന്റ് K സുമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MV സുജാത, SMC ചെയർമാൻ CK രവീന്ദ്രൻ, N രവീന്ദ്രൻ, K പ്രശാന്ത് കുമാർ, T പ്രവീണ, പ്രിൻസിപ്പൽ A രത്നാവതി, ഹെഡ്മാസ്റ്റർ K സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി പാലത്തിന് മുകളിൽ അതിഥി തൊഴിലാളിയുടെ വിളയാട്ടം. വാഹനയാത്രക്കാരെയും കാൽനടയാത്രക്കാരെയും ആക്രമിച്ച UP സ്വദേശി സണ്ണി കുമാറിനെ പോലീസ് പിടികൂടി. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് പഴയങ്ങാടി പാലത്തിനു മുകളിൽ വെച്ച് UP സ്വദേശി സണ്ണികുമാർ പരാക്രമം നടത്തിയത്. ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാരെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് മർദ്ദനമേറ്റു. ബൈക്ക് യാത്രക്കാരെ ഉൾപ്പെടെ ഇയാൾ ആക്രമിച്ചതായി യാത്രക്കാർ പറഞ്ഞു. ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്ന് അയാള് വടിയെടുത്തിട്ട്, കുപ്പായൊന്നുമില്ല, കുപ്പായം കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്, വടിയെടുത്തിട്ട് കണ്ടവരൊക്കെ അടുക്കുന്നുണ്ടായത്. അപ്പോൾ എൻ്റെ മുന്നിലായിരുന്നു ആ പെണ്ണുങ്ങൾ വരുന്നുണ്ടായിരുന്നത്. ആ പെണ്ണുങ്ങളുടെ പുറത്ത് തന്നെ ആയിട്ടാണ് വടിയെടുത്ത് അടിച്ചത്. അത് ഞാൻ കണ്ടുകൊണ്ടുണ്ട്. പിന്നെ എൻ്റെ തൊട്ട് മുന്നിൽ വേറെ ഇന്നോവ വന്നു. ഇന്നോവക്ക് വടി കൊണ്ട് അടിച്ചു. എൻ്റെ വണ്ടിക്ക് അടിച്ചു. എൻ്റെ വണ്ടിക്ക് ശരിക്കും കൊണ്ടിട്ടില്ല. ഇന്നോവക്ക് കൊണ്ടുവരി നമ്മളെ വണ്ടി സൈഡാക്കി. അപ്പം പിന്നെയാണ് ആ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വണ്ടി നീക്കിയിട്ട് അവർ പുറം വേദന എടുത്തിട്ട് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഓട്ടോക്കാരൻ വന്നിട്ടാകുമ്പോൾ അവരെല്ലാവരും കയറ്റിട്ടാകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി. പിന്നെയാണ് ഇയാൾ ഓടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ കുറേ ആൾക്കാരുണ്ടായത്. നാട്ടുകാരെല്ലാം കുറച്ച് കൈകാര്യം ചെയ്തു. ചെയ്യാതിരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അയാൾ ഓടിപ്പോകും അടുത്തേക്ക്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പിന്നെ ബാക്കി പോലീസുകാർ നോക്കിയിട്ട് ചെയ്യട്ടെ. ബൈക്കത് പോകുന്ന സമയത്ത് വന്നിട്ട്
കൈ കേട് വേദന കാലിൽ പഠിച്ചിന് ഇപ്പോൾ ഒരു പെണ്ണുങ്ങൾ അടിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. പോകുന്ന വണ്ടിക്കെല്ലാം അടി തന്നെ. ഒടുവിൽ കണ്ണപുരം സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്കു ശേഷം ഏഴോത്തെ കെയർ ഹോമിലേക്ക് മാറ്റി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമിനാറും സംവാദവും കുട്ടികൾക്ക് നവ്യാനുഭവമായി മാറി. എരിപുരം മാടായി ബാങ്ക് PCC ഹാളിൽ നടന്ന പരിപാടി എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. എരിപുരം മാടായി ബാങ്ക് PCC ഹാളിൽ നടന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമിനാറും സംവാദവും എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഒരാഴ്ചയായിട്ട് നിരന്തരമായ പരിപാടികളാണ്. അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് +1+2 കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു കരിയർ ഗൈഡൻസ് പരീക്ഷയ്ക്ക് മുന്നേ അവരെ ഒന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു പ്രോഗ്രാം അവർക്ക് വേണ്ടിയിട്ട് നൽകിയത്. പിന്നെ LSSന്റെയും USSന്റെയും പ്രത്യേകമായ പരിശീലനം കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് 2000-ലധികം കുട്ടികൾക്ക് നൽകിയതായി. ഇന്നിപ്പോൾ AI-യുമായി ഇനി ലോകത്തുണ്ടാകുന്ന ഒരു വലിയ മാറ്റമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് ഓരോ മേഖലയിലും. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി CMA USA സ്കോളർഷിപ്പ് നേടിയ 16 വിദ്യാർത്ഥികളെയും MLA അനുമോദിച്ചു. ചെറുപ്രായത്തിൽ ലോകപ്രശസ്തി നേടിയ 10ാം ക്ലാസ് വിദ്യാർത്ഥി റൗൾ ജോൺ അജു എന്ന കുട്ടിയാണ് AI-യുടെ വിവിധ തലങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട പ്രധാന സെഷൻ കൈകാര്യം ചെയ്തത്. വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ കരിയർ അവസരങ്ങളും അതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായാണ് മണ്ഡലത്തിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി വിപുലമായ സെമിനാർ സംഘടിപ്പിച്ചത്. 500-ലധികം വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു. വരുൺ അരോളി കരിയർ അവസരങ്ങൾ സംബന്ധിച്ച് ക്ലാസ് എടുത്തു. മാടായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജൻ വലിയപറമ്പ്, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, ഇഷാദ് മുഹമ്മദ്, ഡോക്ടർ റാഷിദി AP, അഭിജിത്ത്, അക്ഷയ് സത്യൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ തായിനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മിനി മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ DYSP വിനോദ് കുമാർ K വിജയികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിച്ചു. മിനി മാരത്തോൺ മത്സരത്തിൽ കേരളത്തിന് അകത്തും പുറത്തുനിന്നുമായി 300ഓളം കായിക താരങ്ങൾ മത്സരിച്ചു. പൊതുവിഭാഗം മത്സരം സ്കൂൾ പരിസരത്ത് വെച്ച് ഡോക്ടർ KV അനൂപും, വനിതാ വിഭാഗത്തിന്റെയും സ്കൂൾ കുട്ടികളുടെയും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെയും മത്സരങ്ങൾ സജേഷ് കൃഷ്ണനും ഫ്ലാഗ് ഓഫ് ചെയ്തു. വിജയികൾക്കുള്ള സമ്മാന വിതരണം പയ്യന്നൂർ DYSP K വിനോദ് കുമാർ നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് വാർഷിക സമ്മേളനം കോറോ മുക്കോത്തടം LP സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. SSPU സിന്ദാബാദ്, SSPU സിന്ദാബാദ്, പയ്യന്നൂർ ബ്ലോക്ക് മുനിസിപ്പൽ സമ്മേളനം സിന്ദാബാദ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് വാർഷിക സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല കാലം അത് നാടിനു വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായവരാണ് വിവിധ മേഖലകളിൽ ജോലി ചെയ്തിട്ടുള്ള ഗവൺമെൻറ് തലത്തിൽ സർവീസ് മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർ. അധ്യാപകരായാലും മറ്റേത് മേഖലയിൽ ജോലിയെടുക്കുന്നവരായാലും അവരെല്ലാം സ്വന്തം ജീവിതം പരിപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ജോലിയിൽ കയറി എന്നുള്ളതിൽ അപ്പുറം
നമ്മുടെ നാടിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള മുന്നേറ്റം അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളവരാണ്. KSSPU മുനിസിപ്പൽ ബ്ലോക്ക് പ്രസിഡന്റ് NK രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തമ്പാൻ M സ്വാഗതം പറഞ്ഞു. പയ്യന്നൂർ താലൂക്ക് മുനിസിപ്പൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KK രാജലക്ഷ്മി ടീച്ചർ അനുശോചന പ്രമേയവും പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് സെക്രട്ടറി PV ലക്ഷ്മണൻ നായർ ഔദ്യോഗിക പ്രമേയവും അവതരിപ്പിച്ചു. KV കുഞ്ഞിരാമൻ മാസ്റ്റർ മാസിക പ്രോത്സാഹന സമ്മാന വിതരണവും ആശംസയും നിർവഹിച്ചു. NV കുഞ്ഞിരാമൻ പ്രവർത്തന റിപ്പോർട്ടും P കൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. A രാമചന്ദ്രൻ, K നാരായണൻ മാസ്റ്റർ, EP ബാലകൃഷ്ണൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രകടനം കോറോം സെൻട്രൽ രക്തസാക്ഷി സ്മാരക വായനശാല പരിസരത്തു നിന്നും ആരംഭിച്ച് സമ്മേളന നഗരിയിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് കൺവെൻഷൻ നടന്നു. ജില്ലാ പ്രസിഡന്റ് സുനിൽ ഇടക്കാടൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് കൺവെൻഷൻ പെരുമ്പ സ്റ്റീ ഹൗസിൽ KMDA ജില്ലാ പ്രസിഡന്റ് സുനിൽ ഇടക്കാടൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മുങ്ങാൻ പോകുന്ന ഒരു കപ്പലാണ്. നമ്മളിത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങളിങ്ങനെ ഒരു സമരം നടത്തി കഴിഞ്ഞാൽ നമുക്കിത് വിൽക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മെമ്പർമാരുടെ അടക്കമുള്ള പേയ്മെന്റ് നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റും. അങ്ങനെ ഒരു നിർദ്ദേശം വന്നതിന് പുറത്താണ് അന്ന് നമ്മളതൊരു താൽക്കാലിക പിൻവലിയലായിട്ട് ആ സമരം ആ പരിപാടികൾ ചെയ്യാതെ മറ്റ് ആലോചനകളുടെ വശമായിട്ട് നമ്മൾ മാറ്റി നിർത്തി. താലൂക്ക് പ്രസിഡന്റ് P ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി പയ്യന്നൂർ ഏരിയ സെക്രട്ടറി മുഖ്യാതിഥിയായി. KMDA ജില്ലാ സെക്രട്ടറി P കനകരാജൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് ഗ്ലോറി, അനീഷ്, പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇലുമ്പിപ്പുളിയെ സംബന്ധിച്ച് നാട്ടിൽ നിരവധി നാട്ടറിവുകളുണ്ട്. ഇലുമ്പിപ്പുളി വലിയ അപകടം ഒളിപ്പിച്ചുവെച്ച ഒന്നാണെന്നാണ് പുതിയ പഠനങ്ങൾ വെളിവാക്കുന്നത്. അധികമായാൽ അമൃതും വിഷം എന്ന ചൊല്ല് ഇലുമ്പിപ്പുളിയുടെ കാര്യത്തിൽ സത്യമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ എന്ന പേരിൽ ഇലുമ്പിപ്പുളി കഴിക്കുന്നത് വൃക്കകൾ തകരാറിലാക്കാൻ കാരണമാകും. ഇലുമ്പിപ്പുളിയിൽ ഓക്സാലിക് ആസിഡ് എന്ന ഘടകം സമൃദ്ധമായി അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ ഉദരത്തിലെത്തിയാൽ ഓക്സലേറ്റുകളായി രൂപാന്തരപ്പെടും. ഈ ഓക്സലേറ്റുകൾ വൃക്കകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ വിഷതുല്യമാകും. ഇത് ഡയാലിസിസിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇന്ത്യൻ ജേണൽ ഓഫ് നെഫ്രോളജിയിൽ ഇക്കാര്യം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. കൊളസ്ട്രോൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാണ്ട് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് നമ്മുടെ വിലുമ്പിനെ പറ്റിയിട്ടുള്ള ആ വിശ്വാസം മെച്ചപ്പെട്ടിട്ടാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നത് വളരെ കണിശമായി ചെയ്യുക. ഇത് എന്തെങ്കിലും തരത്തിൽ കൂടുതലായി പോയാൽ വിലുമ്പി നമ്മളെ കിഡ്നിയെ ബാധിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് നമ്മളെ ആൾക്കാർ ഉപയോഗിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ പയ്യന്നൂരിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി MM മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ സംരക്ഷിക്കുക, ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി പയ്യന്നൂരിൽ KCU പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി MM മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ഈ പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നാം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യം കഴിഞ്ഞ കുറെ കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമായി രാജ്യത്തിനകത്ത് തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ ഓരോ ഘട്ടത്തിലും തീവ്രതയോടുകൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറെ കാലമായി തുടരുന്നത്. 1990 നവലിബറൽ നയം അതിൻ്റെ ആരംഭം കുറിച്ചത് മുതൽ ഇങ്ങോട്ട് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് നേതൃത്വം കൊടുത്ത ഘട്ടത്തിലും തുടർന്ന് 2014 മുതൽ ഇങ്ങോട്ട് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും നമ്മുടെ രാജ്യത്തിനകത്ത് തൊഴിലാളി വിരുദ്ധ നിലപാട് ഓരോ ഘട്ടത്തിലും ആക്കം കൂട്ടിക്കൊണ്ട് ഇരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ജില്ലാ കമ്മിറ്റി മെമ്പർ P അജിത് കുമാർ, P കുഞ്ഞികൃഷ്ണൻ, P ലത, M ബിന്ദു, K തങ്കമണി, MV രതീഷ് കുമാർ, MP വിനോദ്, M സുനിൽകുമാർ,
KC സുരേന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരിങ്ങോം വാതക ശ്മശാനത്തിന്റെ നിർമ്മാണത്തിലെ കൊടും കാര്യസ്ഥതയ്ക്കും മെല്ലെപ്പോക്കിനുമെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി പഞ്ചായത്ത് UDF കമ്മിറ്റി. 26-ന് പ്രതിഷേധ പൊതുയോഗം ചേരുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പെരിങ്ങോം വാതക ശ്മശാനത്തിന്റെ നിർമ്മാണത്തിലെ കെടുകാര്യസ്ഥതയ്ക്കും മെല്ലെപ്പോക്കിനുമെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി പഞ്ചായത്ത് UDF കമ്മിറ്റി. 26-ന് പ്രതിഷേധ പൊതുയോഗം നടത്തും. 5 വർഷമായി പണി പൂർത്തിയാക്കാതെ നിലനിൽക്കുന്ന ശ്മശാനത്തിന്റെ ടെൻഡർ നടപടികൾ നടത്തിയത് ക്രമവിരുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ നൂലാമാലകളിൽ കുടുങ്ങിയാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ വൈകുന്നതെന്നും അക്രഡിറ്റേഷനില്ലാത്ത ഏജൻസികൾക്കാണ് പണി ഏൽപ്പിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഇതിന് അംഗീകാരം നൽകാൻ ശുചിത്വ മിഷൻ തയ്യാറായില്ലെന്നും UDF നേതാക്കൾ ആരോപിക്കുന്നു. ഓരോ വർഷവും പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും പിന്നെയും തുക ചിലവഴിക്കുകയാണെന്നും ഇതുമൂലം നാടിന്റെ പല പുരോഗമന പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കേണ്ട തുക നഷ്ടപ്പെടുത്തുകയാണെന്നും ഉടൻ പ്രശ്നപരിഹാരമുണ്ടാക്കണമെന്നും അല്ലാത്തപക്ഷം ഹൈക്കോടതിയെ സമീപിക്കാൻ തങ്ങൾ ഒരുക്കമാണെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. UDF പഞ്ചായത്ത് ചെയർമാൻ KM കുഞ്ഞപ്പൻ, M ഉമ്മർ, കൊട്ടില മുഹമ്മദ് കുഞ്ഞി, M ശ്രീധരൻ, M ജനാർദ്ദനൻ, അയ്യൂബ് വട്ടിയേര എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കോറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ മഞ്ഞൾ കൃഷി വിളവെടുപ്പ് നടത്തി. നഗരസഭാ അധ്യക്ഷ KV ലളിത വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കോറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാർഷിക ക്ലബ്ബ് വിവിധങ്ങളായ കാർഷിക വിളകളാണ് സ്കൂൾ കോമ്പൗണ്ടിൽ വിളയിച്ചിരിക്കുന്നത്. പച്ചക്കറി, വാഴ, മഞ്ഞൾ തുടങ്ങിയവയൊക്കെ ശാസ്ത്രീയമായാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിൽ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. സ്കൂൾ വാർഷിക ക്ലബ്ബ് SPC JRC ടീം അംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ വാർഡ് കൗൺസിലർ KM സുലോചന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ അനൂപ് കുമാർ, ഹെഡ് മാസ്റ്റർ സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജീവാനന്ദ്, PTA പ്രസിഡന്റ് MV രാമകൃഷ്ണൻ, സന്ദീപ് മാസ്റ്റർ, വേണുഗോപാലൻ മാസ്റ്റർ, പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഭിന്നശേഷിക്കാരുടെയും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിൽ സംസ്ഥാനം ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിന് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ എടാട്ട് ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ കാർ ഇടിച്ച് അപകടം. പരിക്കേറ്റ കാർ യാത്രികനെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാടായി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ജീവനക്കാരി രാജിവെച്ച സംഭവത്തിൽ ഉത്തരവാദിയെ ബാങ്ക് ഭരണസമിതി സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് DYFIയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും സംയുക്തമായി ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ബാങ്കിനെതിരായ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഭരണസമിതി. ബാങ്ക് ഇടപാട് സമയത്ത് പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിന് ഇവർക്കെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിക്കണമെന്നും ഭരണസമിതി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി പ്രകാശനം നിർവഹിച്ചു. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.